ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഓഫീസിൽ താഴെ നിന്ന് ഒരു ജിഞ്ചർ 2 ലെമൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സോ ഇവർക്ക് നമുക്ക് ജിഞ്ചർ ലെമൺ, ഇതെന്താ അറിയൂ, ലെമൺ ഗ്രാസ്, നമ്മുടെ നാട്ടിൽ എന്താ പറയണേ അറിയില്ല, ബട്ട് ലെമൺ ഗ്രാസ് ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാം. എന്താ അവരുടെ എക്സ്പ്രഷൻ കാണാം. ഗായ്സ്, എനിക്ക് ഈ സാധനങ്ങളൊക്കെ കെറ്റിലിട്ട് ബോയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ തിളപ്പിക്കണം എന്നുണ്ട്. പക്ഷേ കെറ്റിൽ വാഷ് ചെയ്തിട്ട് ആ സ്മെല്ല് പോയില്ലെങ്കിലോ എന്നൊരു പേടി. ബിക്കോസ് ഇത് ഓണറിനൊക്കെ ഇത് വെച്ചിട്ടാണ് ആൾ ചായ ഇട്ട് കൊടുക്കുന്നത്, ഉസ്മാൻ. എനിക്കൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു, ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഉസ്മാൻ ഇപ്പോൾ ഉള്ളിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. അവൻ്റെ ബ്രേക്ക് ടൈം ആക്കും. ഒരു പാകിസ്ഥാനിയാണ് കേട്ടോ, ഒരു പാവം പിടിച്ചൊരു ചെക്കനാണ്. അപ്പോൾ അവനുണ്ടായിരുന്നു. പക്ഷേ ഇതിലിട്ട് തിളപ്പിച്ചാലോ, തൊലിയൊക്കെ പൊളിച്ച്. പക്ഷേ ഇനി ടാസ്ക് എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ചതയ്ക്കും എന്നുള്ളതാണ്. ചതയ്ക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്ത് ചതയ്ക്കാം. ആദ്യമായിട്ട് ചായ ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ജിഞ്ചർ. യാ, മധുരം. വാവ്, അങ്ങനെ പറ. വാവ് വാവ്. ഗായ്സ്, സത്യം പറയട്ടെ, തിരിച്ച് ഇവിടെ ചെയറിൽ വന്നിരുന്നു. സത്യം പറയട്ടെ, ടീ ഭയങ്കര മോശമായിരുന്നു. അവനങ്ങനെയൊക്കെ പറഞ്ഞാലും ആ ചേട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കണേ. ആ ചേട്ടനൊന്നുമില്ല, ഒരാൾക്ക് ടീ വെച്ച് കൊടുക്കണ തന്നെ ആദ്യമായിട്ടാണ്. അത് ഒരു രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരത് പറഞ്ഞില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ മിണ്ടിയിട്ട് പോലില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ടീ വെക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് ജിഞ്ചർ ഗാർലിക്കൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടീ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ടീ വേണോ ചോദിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ആളുടെ മുഖമൊക്കെ കാണാമായിരുന്നു ഒരുമാതിരി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് വെക്കും. അവിടെ എൻ്റെ മാനേജർ ഇരിക്കുന്നുണ്ട്, അവിടെ അസിസ്റ്റൻറ്റ് മാനേജർ ഇരിക്കുന്നുണ്ട്, അവിടെ അത്ര അവരൊക്കെ വീഡിയോ കാണുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനവും. അപ്പോൾ ഓക്കെ ഗൈസ്, അതാണ് എൻ്റെ ഓഫീസിലെ വിശേഷം. ആ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി ഇടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും രോഹിത്തേട്ടൻ കയറി വന്നു. അപ്പോൾ രോഹിത്തേട്ടൻ അത് അരിഞ്ഞ് ഇട്ട് വന്ന്, പിന്നെ കെറ്റിലിനകത്ത് ഇട്ട് ബോയിൽ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീ കൊള്ളായിരുന്നു. ഞാൻ കുടിച്ചില്ല, ഞാൻ ഉണ്ടാക്കുന്ന സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് നല്ലത് മതി. അതിനോണ്ട് സോ വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ എല്ലാവരും ചോദിക്കുമായിരിക്കും വൈ തലയിൽ കെട്ടുന്ന, അതുകൊണ്ട് തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും.